ആണ്ട് ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു ദിവസം നൽകിയിരിക്കെ ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് നമ്മൾ എപ്പിസോഡ് 139 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഇത് ബൈബിൾ സ്റ്റഡിയിൽ ഫിലിപ്പിയ ലേഖനം 4:5 വാക്യം താൻ നമ്മൾ ഇന്നത്തെ ചിന്താ വിഷയം. നമ്മൾ അതിന് മുന്നാടി നമ്മൾ 4:4 നമ്മൾ വാസിച്ചിട്ട് 4:5 നമുക്ക് പോയിടാം. 4:5 പോയിടുമ്പോൾ നമുക്ക് ആണ്ടവരുടെ ചിത്തം എന്താണെന്ന് നമുക്ക് തിരിയും. 4:4 നമ്മൾ പോകുമ്പോൾ എങ്കിൽ നമ്മൾ കേൾക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ എപ്പോഴും 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. നിങ്ങൾ റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. നീ എപ്പോഴുമേ ആണ്ടവരെ നീ എന്നാ பண்ணണം, നീ അതിൽ സന്തോഷിച്ചിടുക. അതായത് ആ സന്തോഷം എപ്പം கிடைக்கும்? ആണ്ടവർ സന്തോഷിക്കാൻ പറ്റുന്നത് ഞാൻ മുന്നാടി சொல்லியாச்சு. ആണ്ടവരിൽ സന്തോഷം നമുക്ക് கிடைக்கണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ பண்ணണം? നമ്മൾ അവനിൽ ആയിരിക്കണം. അവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ മറ്റും താൻ നമുക്ക് സന്തോഷം கிடைக்கும். അന്നേരം ആണ്ടവർ എങ്കിൽ തൊഴുത് ആണ്ടവരിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പിന്നെയും പറയുന്നു. അതായത് ഞാൻ പിന്നെയും ഞാൻ തൊഴുത് നിങ്ങൾ സന്തോഷിപ്പീൻ. അതായത് ആണ്ടവരെ നിങ്ങൾ ഉള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം கிடைக்கும். നിങ്ങൾ ആണ്ടവരിൽ താൻ വിശ്വാസം നമ്പിയാൽ നിങ്ങൾക്ക് എന്നാ പറ്റും? നിങ്ങൾക്ക് സന്തോഷം கிடைக்கும் എന്നീ ചൊല്ലി. എന്നാൽ നമ്മൾ 5 വാക്യത്തിൽ നമുക്ക് വാസിച്ചിടാം. 5 വാക്യത്തിൽ കർത്താവിൽ എപ്പോൾ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഇങ്ങനെ சொல்லுற അപ്പോസ്തലനായ പൗലോസ് നിങ്ങളുടെ സൗമ്യത എന്ന് ചൊല്ലിയാൽ നമ്മൾ നിങ്ങളുടെ താഴ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് എപ്പടി നിങ്ങൾ പേശുന്നത് എന്ന് എന്നായിരിക്കണം നിങ്ങളുടെ സമൂഹം എല്ലാ മനുഷ്യരും തിരിയണം. അതായത് നമ്മൾ ശാഠ്യത്താലോ അല്ലെങ്കിൽ നമ്മൾ ரொம்ப പ്രൗഢിയാലോ അല്ലെങ്കിൽ എനിക്ക് ഇതിരിക്കെ അതിരിക്കെ എന്ന് വിചാരിച്ച് നിഗളിച്ച് പോവുകയോ അപ്പടി ഒന്നും നിങ്ങൾ ചെയ്യാതെ നിങ്ങളെ തന്നെ നിങ്ങൾ താഴ്ത്തി ആണ്ടവർക്ക് മഹിമപ്പെടണം. നമ്മൾ വചനത്തിൽ വാസിക്കുന്നു, നിങ്ങളെല്ലാവരും ആരുതാൻ? നിങ്ങൾ ദൈവത്തിൻ്റെ പുസ്തകമാകുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ പുസ്തകമാകുമ്പോൾ എന്നാ പറ്റും? എല്ലാ മാനവരും അത് വാസിച്ചിടും. അത് വാസിക്കുമ്പോൾ എന്നാ പറ്റും? അവർക്ക് തിരിയും ഈ പുസ്തകത്തിൽ എന്നാ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ആണ്ടവരുടെ പുസ്തകമാകുമ്പോൾ എന്നാ പറ്റും? എല്ലാ മാനവരും നിങ്ങളെ പാർത്ത് നിങ്ങളെ നോക്കുമ്പോൾ അവർക്ക് തോന്നും എന്നതാ നിങ്ങൾ ആണ്ടവരുടെ പുസ്തകം താൻ അവൻ്റെ സൗമ്യത. അതായത് നിങ്ങൾക്കിരിക്കുക എന്ന് നമുക്ക് തിരി. അത് ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ സൗമ്യത, അവൻ്റെ താഴ്മ. അവന് നമ്മൾ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വാസിക്കുന്നു. അവൻ എന്നാ പറ്റി? അവൻ തന്നെത്താനെ താഴ്ത്തി അതായത് സ്വർഗത്തിൻ്റെ മകുടത്തിലിരുന്ന തൻ്റെ ഏകജാതനായ പുത്രൻ, പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവൻ തന്നെത്താനെ താഴ്ത്തി. എത്രത്തോളം താഴ്ത്തി? അവൻ തന്നെത്താനെ താഴ്ത്തിയെന്ന് മാത്രമല്ല, അവൻ ഭൂമിയോളം താണു. അതായത് അവൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു. ആ ഭൂമിയിൽ മറ്റും താൻ അവൻ അത്രയും മാത്രം താഴ്ന്നതാ. അതിലും താഴ്ന്നു. എങ്ക വരെ താഴ്ന്നാച്ച്? അവൻ ഭൂമിയിൽ നിന്ന് അവൻ മരണം വരെ അവൻ താഴ്ന്നു. മരണം വരെ എന്ന് ചൊല്ലിയാൽ അത് ക്രൂശിലെ മരണം വരെ. അതായത് അവൻ സൃഷ്ടിച്ച മാനവർക്ക് വേണ്ടി അവരെ രക്ഷിപ്പാൻ വേണ്ടി അവൻ്റെ സൗമ്യത മൂലം അവൻ്റെ താഴ്മ മൂലം അവൻ തന്നെത്താനെ താഴ്ചയേറ്റവനായി ഈ ലോകത്തിൽ വന്ന് അവൻ 33 വർഷം ഈ ലോകത്തിൽ വസിച്ചാച്ച് അവനിൽ ഒരു കുറ്റവും കണ്ടില്ല.
என்ன சொல்லுது, அவனில் ஒரு தப்பும் ആർക്കുമേ பார்க்க முடியாது. എന്തുകൊണ്ട് തപ്പ് பார்க்க முடியாது? അവൻ സൗമ്യനായിരുന്നിട്ട് അവനെ ആൾക്കാർ എന്നാ ചൊല്ലിയാലും എന്തൊക്കെ പറഞ്ഞാലും അവൻ ഒന്നുമേ മിണ്ടാതെ അവൻ മിണ്ടായിരുന്നു. ഈ സൗഖ്യമാക്കിയ ആൾക്കാരിൽ ചിലർ താൻ അവർ കൂടെ നിന്നുകൊണ്ട് ചൊല്ലുന്നത്, ഇവൻ ബെൽസൂബുൽ കൊണ്ട് പിശാചിനെ ഇറക്കുന്നു എന്ന്. ബെൽസൂബുൽ എന്ന് വെച്ചാൽ സാത്താനെ കൊണ്ട് തന്നെ അവനെ സാത്താനെ ഇറക്കുന്നു. അന്നേരം ആണ്ടവർ ചൊല്ലുന്നത്, നിങ്ങളുടെ രാജ്യത്തിൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നമായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യം എങ്ങനെ നിന്നേക്കും? ഇപ്പം സാത്താനെ എൻ്റെ കൂടെ നിന്നാൽ അന്നേരം അവനെ എതിരായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എന്നെ പറ്റി സാത്താൻ്റെ രാജ്യം മുടിഞ്ഞു പോകും. എന്നാൽ അവൻ അപ്പടിയാ ചെയ്തത്, അവൻ ദൈവത്തിൻ്റെ താഴ്മ അല്ലെങ്കിൽ അവൻ്റെ സൗമ്യത കാണിപ്പാൻ തക്കോണം അവൻ തന്നെ താഴ്ത്തി. അത് മട്ടും താൻ നമ്മൾ പിന്നെയും വാസിക്കുമ്പോൾ നമ്മൾ എന്നെ പറ്റുന്ന അവൻ്റെ അവസാനം അവനെ തുപ്പി, അവനെ അടിച്ചു, അവനെ ഉപദ്രവിച്ചു, അവനെ നിന്ദിച്ചു. അവൻ എല്ലാ സമയത്തും എന്നാ ചെയ്താച്ച് അവൻ മിണ്ടാതെ വായി മൂടി ചുമ്മാ അറിയുന്നു. അത് തന്നെ അവൻ്റെ സൗമ്യത. അത് നമുക്ക് തിരിയണം. എന്നിട്ട് അവൻ മൗനമായി ഇരുന്നത് എന്തുകൊണ്ട് താൻ നമുക്ക് തിരിയുമോ? കാരണം അവൻ ആണ്ടവർ താൻ ചൊല്ലുന്നത്, ഞാൻ എൻ്റെ പിതാവിനോട് ചൊല്ലിയാൽ എനിക്ക് ലഗ്യോൻ ദൂതന്മാരെ എനിക്ക് ഇങ്ങനെ അണുപ്പിടും എന്ന് ചൊല്ലിയാച്ചു. എന്നാൽ ഇവൻ ഈ ആണ്ടവരായ യേശു ക്രിസ്തു അവൻ ലഗ്യോൻ ദൂതന്മാരെ കൂപ്പിട്ടാച്ച. അത് അവൻ പിതാവായ ദൈവത്തോട് കൂപ്പിട്ടാച്ച എന്നെ ഇതിൽ നിന്ന് വിടുവിക്കാൻ. എല്ലാം അവർ പണിയപ്പോഴും അവൻ മിണ്ടാതെ ഇരുന്നു, അവൻ മൗനമായിരുന്നു, അവൻ വാ മൂടിയിരുന്നു. ആ വാ മൂടിയിരിക്കുന്നതിന് താൻ സൗമ്യത. അത് ആണ്ടവരുടെ സൗമ്യത നമ്മളിൽ വരണം. അതായത് അത് ആണ്ടവർ നമ്മളിൽ നിന്നും ആശിക്കുന്നത്. ആണ്ടവരുടെ ആശ എന്നത് അവനെപ്പോലെ ആവണം. അവനെപ്പോലെ അതുകൊണ്ട് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ നേരത്തെ വാസിച്ചാശം അവനെപ്പോലെ ആവാൻ തക്കോണം. അതുകൊണ്ട് നമുക്ക് എന്നാ കിട്ടും? അവന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമുക്കും കിടക്കണം. നമുക്ക് അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ അവനെപ്പോലെ ആവണം. അത് മാത്രമല്ല, പിന്നെ നമ്മൾ അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ സൗമ്യത ഞങ്ങൾക്ക് വേണമെന്ന് ചൊല്ലിയാൽ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അതായത് ആണ്ടവർ എത്രയും ശീഘ്രം വന്നിടും. എന്നാൽ ആണ്ടവരായ യേശുക്രിസ്തുവും എൻ്റെ വരവ് വളരെ സമീപമായിരിക്കുന്നു. ഇത് ഈ പുസ്തകം എഴുതുമ്പോൾ 2000 വർഷം മുന്നാടി ഈ പുസ്തകം എഴുതുമ്പോഴും അന്ന് അവരുടെ വിശ്വാസം എന്നുവെച്ചാൽ ആണ്ടവർ ഉടനെ തന്നെ വരും. ഇപ്പോൾ നമുക്ക് ഇപ്പം വേദോസ്തം വാസിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിയത് ആണ്ടവരുടെ വരവ് അടുത്തിരിക്കുന്നു. അവൻ ഏത് നിമിഷവും വന്നിടും. അവൻ വരാൻ അധികം സമയം എടുക്കുകയില്ല. അവൻ ശീഘ്രം വന്നിടും. അന്നേരം നമ്മൾ എന്നാ பண்ணണം? നമ്മൾ സൗമ്യതയുള്ളവരായി ആണ്ടവരുടെ സൗമ്യത മറ്റുള്ളവർ കാണിക്കണം. നമുക്ക് ആണ്ടവരുടെ സൗമ്യത നമുക്ക് പല രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അതൊന്നും എനിക്ക് പറയാൻ തക്കോണം എനിക്ക് സമയം கிடைக்காതെ, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇങ്ങ അപ്പോസ്തലനായ പൗലോസ് നിങ്ങൾ എന്നെ പാക്കുവിൻ, ഞാൻ ആണ്ടവരുടെ സൗമ്യത എനിക്ക് ഇസ്രായേൽ മക്കളിൽ ഞാൻ ഇസ്രായേലിനെ ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവൻ. അവന് രമ്പ കാര്യങ്ങൾ, പക്ഷെ അവൻ എന്നാ ചൊല്ലുക? ഞാൻ എല്ലാമേ എന്നാ ചിലച്ച് ആണ്ടവർക്ക് വേണ്ടി എല്ലാമേ കൊടുത്താച്ച. എനിക്ക് അത് അല്ല എൻ്റെ മുഖ്യமான വിഷയം. ആണ്ടവർ താൻ എൻ്റെ മുഖ്യ വിഷയം. അതുകൊണ്ട് താൻ അവനെ അടിച്ചിട്ടും അവനെ നിന്ദിച്ചിട്ടും അവനെ ഇറക്കിയിട്ടും അവൻ ഒന്നും ചെയ്തില്ല. അവൻ തന്നെ സ്വലിത എന്നെ എത്ര അടിച്ചെന്ന് നമ്മൾ വാസിക്കുന്ന അവനെ 4 അടി 40 കുറവ് അടിച്ചെന്ന് നമ്മൾ വാസിക്കുന്നു. അവനെ എന്നൊക്കെ ചെയ്തിട്ടും അവൻ കപ്പൽ ചെയ്തു അനുഭവിച്ചാച്ച് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു. പക്ഷെ അവൻ എപ്പോഴും എന്നതാ, അവന് മിണ്ടാതിരുന്നു, മൗനമായിരുന്നു. അവൻ സന്തോഷമായിരുന്നു. അവൻ സന്തോഷം, അവൻ്റെ ആണ്ടവരുടെ സൗമ്യത അവനിൽ വസിച്ചു. അത് എന്തുകൊണ്ട് താൻ
അവന് തിരിയും ആണ്ടവർ ശീഘ്രം വരാൻ പോകുന്നു. അവൻ ശീഘ്രം വന്നാൽ അവൻ അംഗീകരിക്കും, ആണ്ടവരോടൊപ്പം ഇരിക്കും. നമ്മൾ ആണ്ടവരോടൊപ്പം ഇരിക്കുമ്പോൾ ആണ്ടവർ എവിടെ ഇരിക്കേ? സ്വർഗത്തിലിരിക്കുക. നമ്മൾ എവിടെ പോയിരിക്കും? സ്വർഗത്തിൽ പോയി. അത് നമ്മൾ എങ്കേരിക്കുക. ഈ ലോകം നമ്മുടെ ഇത് ഒരു ഫോറിൻ കൺട്രിയാണ്. ഫോറിൻ കൺട്രി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ദേശമല്ല. നമ്മുടെ ദേശം എങ്കിൽ സ്വർഗം താൻ നമ്മുടെ ദേശം. നമ്മൾ എങ്ങോട്ട് പോകുക? നമ്മൾ സ്വർഗത്തിലേക്ക് പോകുക. നമ്മൾ യാത്ര നമ്മൾ എപ്പടി പണിത് സ്വർഗത്തിലേക്ക് പോകും. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ എന്നെ നമുക്ക് പറ്റിയാലും നമ്മൾ അത് ഗൗനിക്കാതെ എന്നെ സുലിയാൻ ഞാൻ ഇங்கே கொஞ்ச நாள் தான், ഞാൻ ഇங்கே அப்படியே യാത്രക്കാരൻ താൻ. അവർ എന്നെ പണിയാലും ഞാൻ ഇங்கே മാറിക്കഴിഞ്ഞാൽ എൻ്റെ രാജ്യത്ത് ചെല്ലുമ്പം എനിക്ക് എല്ലാവിധമായ സുഖവും കിടക്കും. അന്നേരം നമുക്ക് മനസ്സിലാവണം, നമ്മളെ ആണ്ടവർ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം തന്നെ ആണ്ടവരുടെ ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകണം. അതായത് ആണ്ടവർ എവിടെ ഇരിക്കുന്നു അവിടെ നമ്മൾ ഇരിക്കുവാൻ തക്കവണ്ണം താൻ ആണ്ടവരുടെ ചിത്തം. അതായത് നമുക്ക് ആ ഭാഗ്യം നമുക്ക് നൽകിയ കാരണം എന്നത് ആണ്ടവരായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിത്താറ്. അവൻ സൗമ്യനായിരുന്ന നമുക്ക് വേണ്ടി അവൻ മരുത്ത് മാത്രമല്ല, മരുത്ത് അടക്കപ്പെട്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇപ്പോൾ സ്വർഗത്തിൽ പോയിരിക്കും. അതായത് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മളും സ്വർഗത്തിലേക്ക് പോയിടും. അവൻ എവിടെ ഇരിക്കുന്നു അവിടെ. നമുക്ക് ആണ്ടവർ നമ്മൾ പാക്കണം. ആണ്ടവർ ഇപ്പം ഇരിക്കണം. നമ്മൾ ഇങ്ങനെ കൊഞ്ചം നാളിൽ നമുക്ക് എന്തെങ്കിലും ഇരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ കവലപ്പെടാതെ, അതുകൊണ്ട് ഞാൻ അപ്പോസ്തലനായ പൗലോസ് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അതായത് നിങ്ങളുടെ സൗമ്യത, അതായത് നിങ്ങളുടെ താഴ്മ, നിങ്ങളുടെ ഹംബിൾനെസ്, നോൺ ഓൾ ടു മാൻ, എല്ലാ മനുഷ്യരും അറിയത്തക്കവണ്ണം നിങ്ങൾ എന്നെ പറയണം, ആണ്ടവർക്ക് ചിത്തമായ ചെയ്യണം. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ മുഖം പാക്കുമ്പോൾ തന്നെ തിരിയണം ആണ്ടവരുടെ മകൻ താൻ. നമ്മൾ ആണ്ടവർ നമ്മളെ എന്നെ ആക്കിയാച്ച്, നമ്മൾ മക്കളാക്കിയാച്ച്. അതിന് ആണ്ടവർ നമ്മളെ മക്കളാക്കിയപ്പോൾ നമുക്ക് ആണ്ടവരെ പോലെ ആയിരിക്കണം. അന്നേരം ആണ്ടവരെ പോലെ ആയിരിക്കുമ്പോൾ നമുക്ക് താഴ്മ വന്നിടും. അന്നേരം ഞാൻ എൻ്റെ സമയം മുടിഞ്ഞാച്ച് ഞാൻ ഇത് മുടിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആണ്ടവരുടെ നാമം മഹിമപ്രമാണട്ടെ. ഞാൻ എന്നെ சொல்லுക, ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ആണ്ടവരെ പോലെ ആകുവാൻ തക്കോണം ആണ്ടവരുടെ ചിത്തം. ആണ്ടവരെ പോലെ ആകുമ്പോൾ ആണ്ടവരുടെ സൗമ്യത നമുക്കും വരണം. ആണ്ടവരുടെ സൗമ്യത നമുക്ക് വരുമ്പോൾ അത് മറ്റുള്ളവർ അത് എപ്പോൾ വരും? നമുക്ക് തിരിയണം. ഞാൻ യാത്ര താൻ പണിത്, ഞാൻ കൊഞ്ച നാൾ താൻ ഞാൻ സ്വർഗത്തിലേക്ക് ഞാൻ പോവുകയാണ്. അന്നേരം അതുകൊണ്ട് അതായത് ആണ്ടവർ എന്നെ എത്രയും ശീഘ്രം എന്നെ ചേർത്തുകൊള്ളും, ഞാൻ സ്വർഗത്തിലേക്ക് പോകും. ആ ചിന്ത നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ അവൻ്റെ സൗമ്യത നമുക്ക് വരും, അവൻ്റെ സന്തോഷം നമുക്ക് கிடைக்கும். ആണ്ടവരെ നാം മഹിമപ്പെടുപ്പാറാട്ടെ. ആമേൻ.